ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല ഈ മേഖലയിലെ ചൂരൽമല മേഖലയിലെ ഏക ഹൈസ്കൂളാണ്. ഇന്ന് ഇതിനെ ഒരു സ്കൂൾ എന്ന് വിളിക്കാൻ കഴിയില്ല. പാതി തകർന്ന കെട്ടിടങ്ങളുടെ അസ്ഥിവാരം മാത്രമാണ് ഇത്. ക്ലാസ് മുറികളിൽ കുട്ടികളില്ല. ക്ലാസ് മുറികൾ നിറയെ ചെളിയും മണ്ണും വെള്ളവുമാണ്. ഈ സ്കൂളിലെ 32 കുരുന്നുകളാണ് മഹാദുരന്തത്തിൽ ഇല്ലാതായത്. ഇനി ആ പിഞ്ചുകാലുകൾ ഈ വരാന്തകളിൽ ഓടിക്കളിക്കില്ല. ഇനി ഇങ്ങനെ ഒരു സ്കൂൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഒരു നാടിന് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ സ്കൂളാണ്. ആ സ്കൂൾ ചരിത്രം മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. ഈ സ്കൂളിൽ പഠിച്ചവർക്കും ഈ സ്കൂളിൽ പഠിപ്പിച്ചവർക്കും ഇന്ന് കണ്ണീര് മാത്രമാണ് ബാക്കി. അത്രമേൽ ഹൃദയങ്ങൾ തകർന്നു നിൽക്കുകയാണ് അവരും ഈ നാടും. ഈ സ്കൂളിൽ 30 വർഷക്കാലം അധ്യാപകനായിരുന്ന ശ്രീ ബഷീർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ബഷീർ, താങ്കളുടെ മുഖത്ത് തന്നെ അറിയാം താങ്കളുടെ വികാരം. താങ്കൾ പഠിപ്പിച്ച കുരുന്നുകൾ പലരും ഇന്നില്ല. താങ്കൾ പഠിപ്പിച്ച സ്കൂൾ പകുതി തകർന്ന് കിടക്കുന്നു. ഈ നിമിഷം എന്താണ് പറയേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് എന്ന് എനിക്ക് കൂടി അറിയില്ല. ഈ വിദ്യാലയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം എന്നെ ഞാനാക്കിയ ഒരു വിദ്യാലയമാണ്. 2003 ഞാനിവിടെ വരുന്നത്. 2023 ഞാൻ പോകുന്നത്. 20 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അന്ന് മുതൽ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എനിക്ക് ഭാഗവാക്കാക്കാൻ സാധിച്ചിട്ടുണ്ട്. കലാകായിക രംഗത്ത് ശാസ്ത്ര മേഖലകളിലൊക്കെ ഒരുപാട് സംസ്ഥാനതല അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്. ഞാനിവർ വരുമ്പോൾ ഈ കെട്ടിടങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഈ ഓഡിറ്റോറിയം പോലും അടുത്ത കാലത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി MP ഒരു ഫണ്ട് കൊണ്ട് കിട്ടിയതാണ്. പതുക്കെ ഓരോ സൗകര്യങ്ങൾ പൂർത്തിയായി വരവെയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ 1 കോടിയുടെ ബിൽഡിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ നശിച്ചില്ലാതായി പോയിട്ടുള്ളത്. ഈ ഗ്രാമത്തിലെ പാവങ്ങളായ കുട്ടികൾക്ക് അക്ഷര വെളിച്ചം നൽകുന്ന ഈ ഒരു വിദ്യാലയം ഇനി എത്രമാത്രം എന്താകുമെന്നതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ ബാക്കി. പഠിപ്പിച്ച കുഞ്ഞുങ്ങളില്ലാതായിപ്പോയി അല്ലേ? അതെ, വിദ്യാർത്ഥികൾ ഇല്ലാതായിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ടീച്ചറായിരുന്ന ഒരു അധ്യാപിക പോലും ഇന്ന് മിസ്സിംഗ് ആണ്. അതേപോലെ ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്നിരുന്ന ചേച്ചിമാരും താത്തമാരും അവരെയൊന്നും ഇല്ല. അപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുമെന്നറിയാൻ വേണ്ടി ഈ കാണുന്ന സന്നദ്ധ പ്രവർത്തകരോടൊപ്പം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അവരൊക്കെ ഇന്ന് ഒരു ഓർമ്മകൾ മാത്രമാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരുപാട് ഓർമ്മകൾ ഇരമ്പുന്നുണ്ട് ബഷീർ മാഷിന് ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ. കുരുന്നുകൾ, ടീച്ചർമാർ, ഇവിടെ ഭക്ഷണം വെച്ചുകൊണ്ടിരുന്ന ചേച്ചിമാർ, അവരൊക്കെ കണ്ണീർ ഓർമ്മയായി നിൽക്കുകയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെ മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. തുടർന്ന് അവർക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ സ്വാഭാവികമായും 32 കുഞ്ഞുങ്ങളില്ലാതായിപ്പോയി ഇങ്ങനെ പാതി തകർന്ന ഒരു സ്കൂളിൽ വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും വലിയ ആഘാതമായിരിക്കും. എന്തായാലും ആ കുഞ്ഞുങ്ങളെ മേപ്പാടിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള തീരുമാനം. അടുത്ത അധ്യയന വർഷങ്ങളിൽ ഈ സ്കൂൾ പുനർജനിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മേപ്പാടി ഉരുൾപൊട്ടലിൻ്റെ കണ്ണീർ സാക്ഷ്യമായി ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പകുതി തകർന്ന കെട്ടിടമായി ഇവിടെ നിലകൊള്ളുകയാണ്. ക്യാമറമാൻ പ്രജോഷിനൊപ്പം അഭിലാഷ് മോഹനൻ.